എങ്ങോട്ടാ രണ്ടാളും കൂടി? ഞാൻ മോളെയും കൊണ്ട് കോടതിയിലേക്ക് പോവാ. കിളവി മാത്രം പോയാ മതി, ഇവള് വരണ്ട. അയ്യോ, മോളുടെ അച്ഛന്റെ വാദമല്ലേ നടക്കുന്നത്? ആ വാദം കേൾക്കാൻ പ്രതാപന്റെ അമ്മ മാത്രം പോയാൽ മതിയെന്ന്. ഇവളിവിടെ നിൽക്കട്ടെ. ഇവൾക്ക് കാവലിന് ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാവും. മോനെ മാർക്കോ, ഇങ്ങോട്ട്. മോനെ മാർക്കോ, മോനെ ഒന്നും ചെയ്യല്ലേ. അയ്യോ ഒന്നും ചെയ്യല്ലേ, അവളുടെ വയറ്റിൽ കുഞ്ഞുണ്ട്. വിട്. അയ്യോ നിലവിളിക്കരുത്, നിലവിളിച്ച കുത്തി കീറിക്കളയ ഞാൻ. മാർക്കോ മോനെ വേണ്ടടാ. ഇവളുടെ ചേച്ചിയുടെ വയറ്റിലൊരു കുഞ്ഞില്ലായിരുന്നോ? അതും 8 മാസം പ്രായമുള്ള ഒരു കുഞ്ഞ്. എന്നിട്ട് ഇവളെന്താ ചെയ്തേ? അയ്യോ അതിനൊക്കെ ഒരുപാട് മാപ്പ് ഞാനും മോളും ഒക്കെ ലക്ഷ്മിയോട് പറഞ്ഞു. വിട് അവളെ, വിട് അവളെ, വിട്. അയ്യോ എല്ലാ പ്രതിസന്ധികളും അതിജീവിച്ച കുഞ്ഞു ജനിച്ചു. അത് ഇവളുടെ ഭാഗ്യം, നിങ്ങളുടെ. അമ്മയ്ക്കും കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലേ ജയിലിൽ നിന്ന് വരുന്ന നിങ്ങളുടെ മോന് കാണാൻ അമ്മയും മോളും കാണില്ലായിരുന്നു. മോനെ മോനെ ഞങ്ങൾ അങ്ങോട്ട് പോക്കോട്ടെ മോനെ, ഇവളെ കൊണ്ട്. നിങ്ങൾ മാത്രം പോയാ മതി. അയ്യോ എന്തിനാ നിങ്ങൾ പോകുന്നറിയോ? കോടതിയിൽ ചിലപ്പോ പ്രതാപൻ മൊഴിമാറ്റി പറയാനുള്ള സാധ്യതയുണ്ട്. അത് പാടില്ല. നടന്നതുപോലെ അവൻ പറയണം. വാമദേവനാണ് അവന് കൊട്ടേഷൻ കൊടുത്തതെന്നും അത് പ്രകാരം അവൻ കണ്ണൻ സാറിന്റെ അച്ഛനെ മനഃപൂർവ്വം ലോറി കയറ്റി കൊന്നതാണെന്നും കോടതിയിൽ നിങ്ങളുടെ മകൻ ബോധിപ്പിക്കണം. അത് ചെയ്യാതിരുന്നിട്ട് അവന് ജാമ്യം കിട്ടിയ ഞാൻ കണ്ണൻ സാറിനെ വിളിക്കും. സാറിന്റെ നാവിന്ന് പ്രതാപനെ കോടതി ജാമ്യത്തിൽ വിട്ടു എന്നൊരു വാക്ക് പറഞ്ഞ അടുത്ത നിമിഷം ഇവള് മരിക്കും. അറിയാലോ നിങ്ങൾക്കെന്നെ? പറഞ്ഞതിനപ്പുറം ചെയ്യുന്ന കൂട്ടത്തിലാ ഞാൻ. എന്താ നിങ്ങളൊന്നും മിണ്ടാത്തെ? ഇനി തിരികെ വരുമ്പോ കൊച്ചുമോളെ ജീവനോടെ കാണണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് നിങ്ങളാ. മോനെ ഞാൻ കോടതി പോയിട്ട് പ്രതാപനോട് മോൻ പറഞ്ഞതുപോലെ ഒക്കെ പറഞ്ഞോളാം. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാരണവശാലും വാമദേവനും പ്രതാപനും ജാമ്യം കിട്ടില്ല. അതിന് വിപരീതമായിട്ടാണ് കാര്യങ്ങളെങ്കിൽ കൊച്ചുമോള് മരിച്ചെന്ന് കൂട്ടിക്കും. അത് വേണ്ട, വേണ്ട. പ്രതാപനെയും കൂട്ടി വരുമ്പോ കാണേണ്ട കാഴ്ച രണ്ടിനെ ഞാൻ കാണിക്കും. അയ്യോ വേണ്ടേ, വേണ്ടേ. അയ്യോ ഞാൻ എന്താന്ന് വെച്ചാ ചെയ്തോളാവേ. എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേ. അതുപോലെ തന്നെ പുറത്തു പോയിട്ട് ഇതിനകത്ത് ആയുധമായിട്ട് ഞങ്ങൾ ഉണ്ടെന്ന് ആരോടെങ്കിലും പറഞ്ഞ ഇല്ല, അതറിഞ്ഞ ആരെങ്കിലും ഇങ്ങോട്ട് വന്നാ അവിടെ ഇവളുടെ ആയുസായിരിക്കും കുറയുന്നത്. ഇല്ല, ഞാൻ ആരോടും ഒന്നും പറയില്ല. മോനെ മാർക്കോ, എന്റെ കുഞ്ഞിനെ ഒന്നും ചെയ്യല്ലേടാ. ഞാൻ പോയിട്ട് വരാം മോളെ, ഞാൻ പോയിട്ട് വരാം. എന്നെ ഒറ്റയ്ക്കാക്കിട്ട് പോലെ നിന്നെ ഒറ്റയ്ക്കാക്കിട്ട് തന്നെ പോകും. നീ ഒരു പുലിമടയില. ഇവിടെ നിന്ന് രക്ഷപ്പെടണമെങ്കിലേ നിന്റെ മുത്തശ്ശി പറഞ്ഞ വാക്ക് പാലിക്കണം.